ഇനി ഗൈസ് ഇന്ന് ഞാനൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു ട്രിക്ക് പഠിച്ചിരിക്കാം ഗൈസ്. നമ്മൾ 3, 4, 5, 6, 8, 9 നമ്മളിന്ന് പഠിക്കാൻ പോവാം ഗൈസ്. നമുക്കെന്നാ നോക്കാം. ഫസ്റ്റ് നമ്മൾ 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് നമ്മളെപ്പോൾ നോക്കുമ്പോൾ 1, 2, 3 മേലെ നിന്ന് ഇങ്ങോട്ടായി സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഇനി അടുത്തത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നല്ലേ, ഫസ്റ്റ് 1, 2, 1, 0, 1, 2 അതാണ് നമ്മളിപ്പോൾ എഴുതണ്ടേ. നോക്കിയേ, 0, 1, 2. ഇപ്പം ഇവിടെ 0 എഴുതണം, ഇവിടെയും 0, ഇവിടെയും 0. ഇപ്പുറത്ത് 1, 1, 1. ഇവിടെ 2, 2, 2. ഇപ്പം നോക്കിയേ, 3ൻ്റെ ടേബിൾ ഓക്കെ അല്ലേ. നമുക്ക് 4ൻ്റെ ടേബിൾ നോക്കാം. 4ൻ്റെ ടേബിൾ ഫസ്റ്റ് ഇവിടെ 2 എഴുതും. ഫസ്റ്റ് ഇവിടെ നമ്മൾ 2 എഴുതും, ഇവിടെ പിന്നെ 4 എഴുതും, പിന്നെ ഇവിടെ 6 എഴുതും, ഇവിടെ നമ്മൾ 8 എഴുതും, ഇവിടെ 0 എഴുതും. ഇതൊക്കെയാണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ 2ൻ്റെ ടേബിൾ, അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2ൻ്റെ ടേബിൾ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും 2. ഇതൊക്കെ. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് പിന്നെയും സെയിം കോപ്പി ഇവിടുന്ന് സെയിം എഴുതുന്നുണ്ട്. ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 0. ഇത് 2ൻ്റെ ടേബിൾ എഴുതണം, വേറെ ടേബിൾ എഴുതാൻ പാടില്ല. ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എഴുതുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇവിടെ 0, ഇവിടെയും 0, പിന്നെ ഇവിടെ ഇത് മേലെയല്ലേ, ഇനി താഴെ നമുക്ക് 1 ഇടാം. 1, 1. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ 0 ഇട്ടില്ലേ, ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ 0 ഇടണം. അത് മാത്രമല്ല 1 കഴിഞ്ഞാൽ 2 അല്ലേ നമ്പർ. ഇപ്പം ഇവിടെ നമ്മൾ 2 ചേർത്ത് കൊടുക്കാം. ഇത് 0 എഴുതിയിട്ട് ഇവിടെ 2 ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത 20 ആയില്ലേ ഇതിപ്പം. ഇനി നമുക്ക് ഇവിടെ 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 24, 28, പിന്നെ ഇനി ഇവിടെ 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 32, 36, 40. ഈസി ആയില്ലേ. ഇനി നമുക്ക് 4ൻ്റെ ടേബിൾ നോക്കിയത്. 4 ones are 4, 4 twos are 8, 4 threes are 12, 4 fours are 16, 4 fives are 20, 6 fours are 24, 7 fours are 28, 8 fours are 32, 9 fours are 36, 10 fours are 40. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന 8ഉം പിന്നെ 9ഉം ആണ് ഗൈസ്. നമുക്ക് 8നെ നോക്കാം. 8 ഈസിയാണ് ഗൈസ്. 8 എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ 0, ഇവിടെ ഫസ്റ്റ് നമ്മൾ 0 എഴുതും. നമ്മൾ 0, 1, 2, 3, 4 എന്ന് എഴുതൂലേ, അതുപോലെ 0, 1, 2, 3, 4 എത്തി. നമുക്ക് ഇവിടെ ഒന്ന് വിടാം. അഗെയിൻ 4 കഴിഞ്ഞാൽ 5, 6,
7, 8. 8ൻ്റെ ടേബിൾ ആയതുകൊണ്ട് 8 വരെ എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്കിനി ഇവിടുന്ന് ഒരു 0 ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഒരു 0 ഇടാം. ഇനി നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 എഴുതണം. ഫസ്റ്റ് നമുക്കിവിടെ 2, പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇപ്പം 8 എഴുതുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വേണം എഴുതാൻ. ഇവിടെ 4 എഴുതി. ഇനി ഇവിടെ 6, ഇവിടെ 8. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഇനി നമുക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇവിടെ 0, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 8ൻ്റെ പാടി നോക്കാം. ലാസ്റ്റ് 9ൻ്റെ ടേബിൾ എഴുതാം. ഗൈസ്, ഈ 9ൻ്റെ ടേബിൾ നോക്കി. 9ൻ്റെ ടേബിൾ വെരി ഈസിയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഫസ്റ്റ് അപ്സൈഡ് ഡൗൺ നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 10 എഴുതണ്ട ഗൈസ്. 9, 8, 7, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇവിടെ 0. അടുത്തത് എഴുതുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതണ്ടേ. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണം അടുത്ത നമ്പർ എഴുതാൻ. അതുമാത്രമല്ല 9ൽ നമ്മൾ വേറെ നമ്പർ ഒന്നും ഇടില്ല. നമുക്ക് ഇവിടുന്ന് ഇനി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9. കഴിഞ്ഞു ഗൈസ്. ഇതെനിക്ക് റീന ടീച്ചർ പഠിപ്പിച്ചതാണ് ഗൈസ്. ആ റീന ടീച്ചർ മാത്സ് ടീച്ചർ ആയതുകൊണ്ട് ഒരു ദിവസം എനിക്ക് 9 ടേബിൾ നല്ല 9 ടേബിൾ ആരായാലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്തായാലും പഠിക്കണം. പക്ഷെ അന്നേരം നമുക്ക് പഠിക്കാൻ അറിയാത്തതുകൊണ്ട് റീന ടീച്ചർക്ക് ചോദിച്ചപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞത് അപ്സൈഡ് ഡൗൺ നമ്പേഴ്സ് എഴുതാം, പിന്നെ ശരിക്കുള്ള നമ്പേഴ്സ് എഴുതാം. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. 3 tables, 4 tables, 8 tables, 9 tables. Bye bye.